ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് അയ്യോ ഞായറാഴ്ചയായിട്ടേ എനിക്ക് ഒന്നിനും വയ്യ. ഞായറാഴ്ച അല്ല, എല്ലാ ദിവസവും എനിക്ക് വയ്യ. ഒരുമാതിരി തലയൊക്കെ ഇങ്ങനെ കനം വെച്ചിരിക്കണ പോലെ. BP കുറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ. എന്താ എൻ്റെ മുഖത്ത് ഇതിപ്പോഴേ ഞാൻ കാണുന്നു. ഞാനിപ്പോൾ എണിച്ച് വന്നോളൂ. എണിച്ച് വന്ന് പല്ലൊക്കെ തേച്ച് ഇങ്ങനെ ഇരിക്കുക. ഒന്നിനും അങ്ങോട്ട് തുടങ്ങാൻ അങ്ങോട്ട് ഒരു ഉഷാറ് കിട്ടണില്ല കേട്ടോ. എന്താ ഉണ്ടാക്കുക വിചാരിച്ചു ഇങ്ങനെ ഇരിക്കുകയാണ്. ഉമേഷ് പോയി. പുട്ടുണ്ടാക്കാം, പുട്ടും പഞ്ചസാരയും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല ഉറക്കം വരിക. ഇതിന് മുന്നേ ഗുളിക കഴിക്കാണ്ട് ഇവിടെ ഇങ്ങനത്തെ കവറിലെ ഗുളിക ഇട്ട് തരിക കേട്ടോ. നമ്മുടെ അവിടുത്തെ പോലെയല്ല. അത് നമ്മൾ തിരഞ്ഞ് പിടിച്ച് കഴിക്കണം. ഇതിൻ്റെ മേലെ ഒന്ന് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് എംറ്റി സ്റ്റൊമക്കിൽ ഒരു മരുന്ന് കഴിക്കാണ്ട് ഗ്യാസ് ഉറക്കം പിന്നെ ഇല്ലേ ഒരു മരുന്ന് കേട്ടോ. ഈ മരുന്ന് അവർ പാലിൽ കുടിക്കാൻ പറഞ്ഞത്. ഇത് പാലിലത്ര കുടിക്കുന്നത്. എനിക്ക് പാലിൽ കഴിച്ചതൊക്കെ ഞാൻ ഛർദ്ദിക്കും. അതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ കുടിക്കും. ഇതിന് മുന്നേ ആ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഡോക്ടർ ഒരു മരുന്ന് പാലിൽ കുടിക്കാൻ പറഞ്ഞു. നല്ല ഡോക്ടറാണ്, പെട്ടെന്ന് മാറണൊക്കെ ഉണ്ട് കേട്ടോ. ഒരു സിംഗാണ്, പഞ്ചാബ് സിംഗ്. വെള്ളം ഉറക്കം വന്നിട്ട് വയ്യ. നമുക്ക് പുട്ടുണ്ടാക്കാം. കുറച്ച് ഈ ചെമ്പാ പുട്ടുപൊടി ഉണ്ട് എൻ്റെ അടുത്ത്. പക്ഷെ എക്സ്പയറി ഡേറ്റ് പക്ഷെ പിള്ളേർക്ക് ഇഷ്ടമല്ല അത്. അപ്പം നമുക്ക് അജ്മി പുട്ടുപൊടി എടുക്കാം. ഇത് നല്ല പുട്ടുപൊടി കേട്ടോ. കുറച്ചെടുത്താൽ മതി. അവിടെ കഴിക്കാനൊന്നും ആളില്ലാത്തതുകൊണ്ട് പിള്ളേർ കഴിക്കുന്നേക്ക് തോന്നണല്ലോ. ഉപ്പിടാം. ഞാൻ പുട്ടിൻ്റെ കൂടെ ജീരകം ഇടാറുണ്ട് കേട്ടോ. എൻ്റെ അമ്മ ഇടാറുണ്ട്. നല്ലൊരു ടേസ്റ്റ് ആട്ടോ ജീരകം ഇട്ട് കഴിഞ്ഞാൽ. കുറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ വാട്ടർ വയ്ക്കണം. വാട്ടറിന് പാത്രം ഒന്ന് കാണല്ലേ ടേസ്റ്റ്. ഇതെടുക്കാം. ഒഴിച്ച് വെക്കാൻ വെച്ചാൽ അപ്പം നല്ല സോഫ്റ്റ് ആവും പുട്ട്. ഇതെനിക്കറിയില്ലായിരുന്നു. ഞാൻ അപ്പം കുഴച്ചെടുക്കും. ഞാൻ ഒരു ഡ്രൈ ആയ പോലെ ഇരിക്കും. പിന്നെ എനിക്ക് എൻ്റെ സിസ്റ്ററാണ് പറഞ്ഞത് നമുക്ക് ഇതിവിടെ ഇരിക്കട്ടെ. കുറച്ചുകൂടി ഇടാം അല്ലേ, തിരഞ്ഞില്ലെങ്കിൽ ഇടോ. ഓക്കെ, നമുക്കിതേ മൂടിയേക്കാം. ഇനി നമുക്ക് തേങ്ങ ചിരണ്ടാം. മറ്റേ വേറൊരു സംഭവം ഉണ്ട് ചിരണ്ടണത്. ആ ചിരണ്ടി കഴിഞ്ഞ് ഇവിടെയൊക്കെ ഫുൾ ചുറ്റും പോയി എനിക്ക് പണി തരും. അതുകൊണ്ട് ഞാൻ ഇതുകൊണ്ടാട്ടോ ചിരണ്ടാറ്. ഇത് ഞാൻ നാട്ടിലത്തെ ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചത്. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരൊക്കെയോ. പക്ഷെ ഇത് നല്ലതാട്ടോ. പെട്ടെന്ന് ഇങ്ങനെ തേങ്ങ ചിരണ്ടാൻ പറ്റും. നമുക്ക് പാത്രം വേണ്ടേ? പാത്രം എടുക്കാലോ. ഞാൻ നൂൽപുട്ട് ഉണ്ടാക്കണം എന്നാണ് വിചാരിച്ചത് കേട്ടോ. നൂൽപുട്ടും മുട്ടക്കറി. പക്ഷേ നമ്മൾ
അപ്രതീക്ഷിതമായി നമ്മുടെ ഇഡ്ഡലി പാത്രം ഒരു ചേച്ചി ചോദിച്ചു. അപ്പോൾ ഞാൻ അയച്ചിക്ക് കൊടുത്തു രാവിലെ. പിന്നെ അങ്ങനെ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും, നമ്മളല്ല ഞാൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും എനിക്ക് അങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ കൊടുത്തു. എനിക്ക് ഭയങ്കര BP കുറവാണ്. അതുകൊണ്ട് ഭയങ്കര ഒരു തലകറക്കം പോലെയൊക്കെ, ഒരു തലയൊക്കെ ഇങ്ങനെ കാണാൻ വെച്ചിട്ട് ഇതൊക്കെ നോക്കുമ്പോൾ എന്തോ പോലെ. അപ്പോൾ കുറച്ച് കുറവുണ്ട്. കഞ്ഞിവെള്ളം ഉപ്പിട്ടൊക്കെ കുടിക്കുന്നുണ്ട്, നാരങ്ങ വെള്ളമൊക്കെ. ഇപ്പോൾ എനിക്ക് 2 ദിവസം മുന്നേ ഇതായിരുന്നു. ഇപ്പോൾ എൻ്റെ അനിയത്തിനെ വിളിച്ചപ്പോൾ, എൻ്റെ ട്വിൻ സിസ്റ്ററിനെ വിളിച്ചപ്പോൾ അവൾക്ക് ഇതേ അവസ്ഥ ഇന്നലെ, ലോ BP. ഞങ്ങൾക്ക് എങ്ങനെയെന്നറിയോ, ഒരാൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ അത് അവൾക്ക് വരും. അതങ്ങനെയാണ് കേട്ടോ. അത് ഇരട്ടകളുടെ ഒരു പ്രത്യേകത എന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇരട്ടകളുള്ളവരെന്ന് പറയട്ടോ. ഇന്ന് പിന്നെ താഴത്തേക്ക് ഇറങ്ങി പോകേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ 3-4 വട്ടം താഴത്തേക്ക് ഇറങ്ങണം, ഭയങ്കര പാടാണ്. ഇത് ഏറ്റവും മേലത്തെ ഫ്ലോർ ആയതുകൊണ്ടേ ഇന്ന് പാല് വരില്ല. പശുപാൽ ഈവനിങ്ങേ വരുള്ളൂ. പിന്നെ വേസ്റ്റ് വരില്ല, സൺഡേ ആയതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. കുറച്ച് തേങ്ങ മതി അല്ലേ? എനിക്കാണെങ്കിൽ ബീഫ് തിന്നാൻ തോന്നിയിട്ട് വയ്യ. ഞാൻ നാട്ടിൽ പോയപ്പോൾ 1 വട്ടം മേടിച്ച് കഴിച്ചു. എനിക്ക് ആയിരം വെള്ളം എനിക്ക് നല്ല ഇഷ്ടം ബീഫ് ഇങ്ങനെ കുരുമുളക് ഇട്ടിട്ട് വരട്ടി വെക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഇത് കണ്ടോ, പെട്ടെന്ന് തേങ്ങ ചേരണ്ടാൻ പറ്റും. കണ്ടോ, ഇത് അടിപൊളിയാട്ടോ കഴിച്ചോ. എനിക്ക് ഇത്ര മതിയില്ലേ തേങ്ങ? കുട്ടിയില്ല. ഇവിടെ തേങ്ങയ്ക്ക് 2 തേങ്ങയ്ക്ക് 90 രൂപ. നല്ല റേറ്റാണ്. നാട്ടിലെന്താ റേറ്റ്? അച്ഛനോട് ചോദിച്ചാലേ. അപ്പോൾ നമുക്ക് പുട്ട് ഉണ്ടാക്കാം. കുക്കറിൽ ഇതിലാണ് നമ്മൾ പുട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതൊന്ന് കഴുകട്ടെ, കുറേ കാലമായി ഇതെടുത്തിട്ട്. അപ്പം നമുക്ക് പുട്ട് കുഴയ്ക്കാം. എൻ്റെ നെറ്റിക്ക് ആരും നോക്കണ്ട കേട്ടോ. എൻ്റെ പാരമ്പര്യമായി കിട്ടിയ നെറ്റികൾ. ഇത് അച്ഛൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയതാണ് നെറ്റികൾ. ഞങ്ങൾക്ക് 3 പേർക്ക് നല്ല നെറ്റ്, 3 പെൺകുട്ടികൾക്ക് കേട്ടോ. ഏട്ടൻ അങ്ങനെ ഇല്ല. ഉപ്പിട്ടാ ഓർമ്മയില്ലല്ലോ. ഉപ്പുണ്ട്. നെറ്റ് കാരണം ഒരു നേരം ഒരു മുടി കെട്ടാൻ പോലും പറ്റില്ല. വല്ലാത്തൊരു സംഭവം കേട്ടോ. എനിക്കിഷ്ടമല്ല. എന്നാലും ഞാൻ ഇങ്ങനെ മുടി കെട്ടുള്ളൂ, പൊണിട്ടയിൽ പോലെ. പുറത്ത് പോകുമ്പോഴൊക്കെ അങ്ങനെ കെട്ടുള്ളൂ. അത് ശീലമായതുകൊണ്ടേ ഇപ്പം എനിക്ക് ചെരിച്ചിട്ട് ഇങ്ങനെ എടുക്കണമെന്നൊന്നും പറ്റണ ഒരു രസമില്ലാത്ത പോലെ തോന്നും. പക്ഷെ രസം ഉണ്ടാവുമായിരിക്കും. ഒരു ദിവസം ഞാൻ പണ്ട് നമ്മുടെ കുത്താമ്പളി സ്കൂളുണ്ട്, അവിടെ പഠിക്കുമ്പോൾ ഇങ്ങനെ സ്കൂൾ വിട്ടിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ പോസ്റ്റിൻ്റെ അവിടെ ഇങ്ങനെ ഒരു കമ്പി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പോസ്റ്റ് ഇങ്ങനെ കമ്പി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നടന്നു പോകുമ്പോൾ നമ്മൾ അത്ര ചെറുതല്ലേ, എനിക്ക് തോന്നുന്നത് 5-ഓ 6-ലോ പഠിക്കുമ്പോഴാണ്. ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആ കമ്പിയിൽ എൻ്റെ ഇവിടെ ഒരു പാടുണ്ട് ചെറുതായിട്ട്. ഇവിടെ കൊണ്ടത് ഇവിടെ ഇങ്ങോട്ട് കൊണ്ട് കുറേ ചോര വന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എന്താ ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ നേരെ നമ്മുടെ സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെ നേരെ സ്കൂളിലേക്ക് തന്നെ പോയി. സ്കൂളിൽ പോയിട്ട് അവിടെ ഓഫീസിൽ പോയി. അവരെന്ത് ചെയ്തു, അവർ തൊട്ടടുത്ത് നമുക്ക് ഹോസ്പിറ്റലുണ്ട് കേട്ടോ. അവിടെ കൊണ്ടുപോയപ്പോൾ ആ സാറ് വന്നിട്ടുണ്ടായിരുന്നു. ആ സാറ് ചോദിക്കുന്നത് ഇത് എനിക്ക് ശരി വരുന്നു, ഇത് നെറ്റിയാന്ന് അറിയില്ല തോന്നുന്നു. ഇത് എന്താ ചോദിച്ചു. ഇവിടെയൊക്കെ അതായത് മുറിഞ്ഞിട്ട് ഇവിടെയൊക്കെ മുടിയൊക്കെ പോയതാന്ന് വിചാരിച്ചു തോന്നുന്നു. നമുക്ക് ദൈവം തന്ന ഒരു അനുഗ്രഹമാണ് സാറെന്ന് ഞാൻ പറഞ്ഞു. അല്ല അപ്പൊ എന്താ പറയാ. അയ്യോ, ഈ നെറ്റ് കാരണം എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവർ സംസാരിക്കുമ്പോഴൊക്കെ എൻ്റെ മുഖത്തേക്കെല്ലാം നോക്കുക, കണ്ണിക്കെല്ലാം നോക്കുക, നെറ്റിക്ക് നോക്കുക. അപ്പൊ ഞാൻ നെറ്റി ഇങ്ങനെ മുടി ഇങ്ങനെ എടുത്തിടും. ദേഷ്യം വരും. ഞാൻ പറഞ്ഞു നോക്കണ്ട, ഇത് എനിക്ക് പാരമ്പര്യമായി കിട്ടിയതാ പറയും. പിന്നെ ആൾക്കാർ വിചാരിക്കണം അറിയാം നമ്മളിങ്ങനെ മുടി കെട്ടിയിട്ട് ഇങ്ങനെ കയറി വന്നാന്നാ. അല്ല, നമുക്കിത് ജനിച്ചപ്പോൾ തന്നെ ഉള്ളതാണ് കുട്ടികളെ. ഇത് മാറ്റാനൊന്നും പറ്റില്ല. നമുക്കിങ്ങനെ മുടി വേണമെങ്കിൽ ഇത് മറച്ച് വെക്കാം, പക്ഷെ അതൊരു രസമല്ല. നമുക്ക്
നമ്മൾ ജനിച്ച പോലെ ഇരിക്കണല്ലേ നല്ലത്. നെറ്റി എന്തിനാണ് മറക്കാത്? ഇഷ്ടമില്ലാത്തവർ വേണ്ട. 2-3 ദിവസം എനിക്ക് തീരെ വയ്യായിരുന്നു. ഒരുമാതിരി ടയേർഡായ പോലെ. ഇവിടെ പുറത്തൊന്നും വിടില്ലായിരുന്നു. ഉമേഷേ ഇന്ന് ആശുപത്രി കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ കിടപ്പിലാവും പറഞ്ഞിട്ട് പോയതാ. പോയിട്ട് ഒരു ഗ്ലൂക്കോസ് കയറ്റി കിടക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. എപ്പോൾ കിടക്കാൻ ഗ്ലൂക്കോസ് കയറ്റി ആരെ കൂടെ പിള്ളേരെയും വെച്ചിട്ട് പിന്നെ ഗ്യാസ്. ഞാൻ വന്ന ടൈമിലൊക്കെ ഞാൻ കറക്റ്റ് ഫുഡ് കഴിക്കായിരുന്നു. ഇപ്പം എൻ്റെ അമ്മമ്മ മരിച്ചിട്ട് ഞാൻ നാട്ടിൽ പോയ ആ ടൈം തൊട്ട് ഫുഡ് കഴിക്കൽ ഇങ്ങോട്ട് മാറി. ഫുഡ് കഴിക്കാനൊന്നും അങ്ങോട്ട് തോന്നുന്നുണ്ടായിരുന്നു. നാട്ടിൽ പോയിട്ടൊന്നും കഴിക്കലേ ഇല്ല. ആകെ ഒരു എന്താ പറയുക, നമുക്ക് അമ്മമ്മ മരിച്ചിട്ട് പോയൊരു സങ്കടവും. അമ്മമ്മയുടെ പേര് പറയുമ്പോൾ തന്നെ എനിക്ക് കരച്ചിൽ വരും കേട്ടോ. അതുകൊണ്ട് ഞാൻ അമ്മമ്മനെ ഓർക്കാറ് പോലുമില്ല. ഓർത്തൊക്കെ സങ്കടം. ഒരാൾ ഉറക്കം പറഞ്ഞെങ്കിൽ ഇറക്കഥ. പല്ല് തേച്ചിട്ടില്ല. അതാ വരുന്നു. നമ്മൾ അരി അടുപ്പത്തിട്ടാണ് കേസ്. ഇവിടെ കറണ്ട് ഇല്ല. എന്നെ കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല. കറണ്ട് ഇല്ല. ഇത് ഞായറാഴ്ച എടുത്ത ഒരു വ്ളോഗാട്ടോ. ഇടാൻ മടിയല്ല, വയ്യായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞായറാഴ്ച ആയിട്ട് ഞങ്ങൾ അന്ന് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ ഇപ്പോൾ വലിയ ഇഷ്ടമില്ലാത്ത പോലെ ഉണ്ട്. പക്ഷെ അതിനൊരു നല്ല ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ പിള്ളേർക്ക് എപ്പോഴും ചിക്കൻ കൊടുക്കണം നന്നല്ല. അപ്പോൾ മീൻ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് തന്നു കേട്ടോ. ഗേറ്റിൻ്റെ അവിടെ കൊണ്ടുവന്ന് തന്നവർ നമ്മൾ കട്ടിലാട്ടോ മേടിച്ചത്. വേറെ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞവർ. നാട്ടിൽ നിന്ന് ഇപ്പോൾ ഒന്നും മത്തി ആയാലൊന്നും എത്തിയിട്ടില്ല പറഞ്ഞു. അപ്പോൾ കട്ടിലയാണ് മേടിച്ചത്. നല്ല കട്ടിലായിരുന്നു തോന്നുന്നു കേട്ടോ. അത് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അവർ നന്നായിട്ട് എന്നാലും ആ ഒരു ബ്ലാക്ക് തൊലിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ നേരെ കട്ട് ചെയ്ത് എനിക്ക് പറ്റണ പോലെ ഞാൻ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ കല്ലുപ്പിൽ നല്ലതായിട്ട് വൃത്തിയാക്കി എടുക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു വഴുവഴുപ്പൊക്കെ മാറുമല്ലോ, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകും കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് വറക്കണമുണ്ട്, കുറച്ച് കറി വയ്ക്കണമുണ്ട് കേട്ടോ. വറക്കുമ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വയ്ക്കും കേട്ടോ. എന്നിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു സ്മെല്ലും ചെറുതായിട്ടൊരു ഇതൊക്കെ. അപ്പോൾ നന്നായിട്ടുണ്ട് കേട്ടോ. കറിക്കുള്ള ഉള്ളി അരിയാണ് ഇത്. ചെറിയ ഉള്ളി, നാട്ടിൽ നിന്ന് പറഞ്ഞ ചെറിയ ഉള്ളി ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ചുകൂടി ഉണ്ട്. ഒരാൾ പുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരിയെ നമുക്കുണ്ട്. ചെറിയുള്ളി, നാട്ടിൽ നിന്ന് പറഞ്ഞ ചെറിയുള്ളിക്ക് നല്ല കണ്ണങ്ങട് നല്ല നൂർന്നു. എന്താ ലോങ് വീഡിയോ ആണോ ഒന്ന് നൈന് ചോദിക്കുക. കണ്ണേ ഭയങ്കര നീറ്റ്. മീൻകറി വെക്കാനുള്ള ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അടുത്ത് കറിവേപ്പില ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഗൗതമി ചേച്ചിയുടെ അടുത്ത് പോയിട്ട് കുറച്ച് മേടിച്ചു. അവരുടെ അടുത്തും ഉണ്ടായിരുന്നില്ല. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് വെച്ചിട്ട് അവരെനിക്ക് രണ്ട് തന്നു കേട്ടോ. തരും, എല്ലാം ഇങ്ങോട്ടും ചോദിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അത് ചേച്ചിയുടെ അടുത്ത് ഒന്നുമില്ലെങ്കിൽ ചേച്ചി ഞാൻ കൊടുക്കും, എൻ്റെ അടുത്തില്ലെങ്കിൽ ഞാൻ അവരോട് ചോദിക്കും. അങ്ങനെ ഷെയർ ചെയ്യും. പക്ഷെ അവർ ഫോട്ടോർ മാറാൻ പോവാന്ന്, താഴെ പോവാം. അവർക്ക് ഇങ്ങനെ 3rd ഫ്ലോറിലാണ്. അവിടേക്ക് കയറി വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഇനി തൊട്ട് അവരുണ്ടാവില്ല നമ്മുടെ കൂടെ. പിന്നെ നമ്മൾ കറി വെക്കുക കേട്ടോ. എളുപ്പം കറി വയ്ക്കാൻ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ബെസ്റ്റാണ്. എനിക്ക് സവാള ഇട്ട് കറി വെക്കുന്നത് അത്ര പിടിക്കില്ല കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ചെറിയുള്ളി കരിയാറെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന 1 കിലോ ഞാൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതുവരെ കേടൊന്നും വന്നിട്ടില്ല കേട്ടോ. കുറച്ചുകൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സവാളയിൽ തന്നെയായിരിക്കും മീൻ കറിയൊക്കെ വെക്കുക. ഉള്ളത് കൊണ്ടല്ലേ വെക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ നമ്മൾ ഈ അരിഞ്ഞ് വെച്ച സംഭവങ്ങളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ആടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർക്കുന്ന തോന്നുന്നു. എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. കുറച്ച് ഇടുന്ന തോന്നണം കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കൂടുതൽ മുളക് പൊടി കേട്ടോ. എൻ്റെ അടുത്ത് കാശ്മീരി മുളക് പൊടി ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നുണ്ടായിരുന്നു. കുറച്ച് എരിവുള്ള മുളക് പൊടി ഇട്ടുണ്ട്. കാരണം എൻ്റെ കയ്യാറായി കാശ്മീരി മുളക് പൊടി. അതുകൊണ്ട് അതുള്ളതുകൊണ്ട് ഇട്ടു. നന്നായിട്ട് മിക്സ് ചെയ്ത് ആ പച്ചക്കൂത്തിൽ മാറുന്ന വരെ ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ. വയറ്റെടുക്കുക, ഒന്ന് ഇളക്കിയെടുക്കുക, മിക്സ് ചെയ്തെടുക്കുക.
എന്നിട്ട് നമ്മൾ കുടംപുളി ഇടുക. നമ്മുടെ നാട്ടിലൊക്കെ, നമ്മുടെ അവിടെയൊക്കെ, നാട്ടിലല്ല നമ്മളൊക്കെ കൂടുതൽ ഈ കുടംപുളിയാണ് മീനിലും യൂസ് ആക്കുക കേട്ടോ. പക്ഷേ ഇവിടുത്തെ ഗൗതമി ചേച്ചിയൊക്കെ വാളംപുളി അത്ര ഇടുക. ഈ പുളി അവർ കണ്ടിട്ടേ ഇല്ല എന്ന് ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ പറയാം. എന്നിട്ട് ഞാൻ ഗൂഗിളിൽ വാളംപുളി എന്ന് പറഞ്ഞ്, അവരുടെ അടുത്ത് വാളംപുളി പറഞ്ഞാൽ അറിയില്ലല്ലോ മലയാളത്തിൽ. അപ്പോൾ ഞാൻ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് അതിൻ്റെ ഇതൊക്കെ പിക്കും എല്ലാം കാണിച്ചു കൊടുത്തു, പേരൊക്കെ. പക്ഷെ അവരിതുവരെ കണ്ടിട്ടില്ല അത്ര. അങ്ങനെ നമ്മൾ മീനൊക്കെ മിക്സ് ചെയ്ത് കുറച്ച് ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക. വെള്ളം കൂടി പോയാൽ ആ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ മീൻ കറിക്ക്. മീനൊക്കെ ഇട്ട് വേവിക്കാൻ വയ്ക്കാം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ പറയുക, വേറെ ഒന്നും പറയാനില്ല. പിന്നെ എൻ്റെ അടുത്ത് ഒത്തിരി പേര് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. നല്ല സന്തോഷമായി. ഇവിടെ വാറൊക്കെ നടക്കുമ്പോഴല്ലോ എനിക്ക് പേടിയല്ല തോന്നിയത്, എനിക്ക് പേടിയേ തോന്നിയിട്ടില്ല. എനിക്കിങ്ങനെ എല്ലാവരും ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒത്തിരി പേര് എനിക്ക് സേഫാണോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ചു കേട്ടോ. അപ്പോൾ തന്നെ എനിക്ക് നല്ല സന്തോഷം തോന്നി. ഞാൻ ഉമേഷ് ചേട്ടനോട്, അപ്പോൾ ഉമേഷ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഉമേഷ് ചേട്ടൻ എനിക്ക് എത്ര പേരെ മെസ്സേജ് അയച്ചത് സേഫല്ലേ. എനിക്ക് പറ്റണവർക്ക്, എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കമൻറ്റ് ഇടുമ്പോൾ റിപ്ലൈ കൊടുക്കണതൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ടൈപ്പ് ചെയ്യാൻ ഇഷ്ടമല്ല. വല്ല ഓഡിയൊക്കെ ആണെങ്കിൽ ഞാൻ പറയും. ഞാൻ വാട്സപ്പിൽ തന്നെ ഞാൻ ടൈപ്പ് ചെയ്ത് അയക്കലില്ല. എനിക്കിഷ്ടമല്ല കാര്യം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരു Q&A ചെയ്യാമെന്നൊക്കെ ഞാൻ ഒന്നേ പറഞ്ഞത്. പക്ഷേ ഇതുവരെ സമയം കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ എനിക്ക് തീരെ വയ്യായിരുന്നു, BP കുറവ്, ഗ്യാസ് ട്രബിള് പ്രോബ്ലമൊക്കെ ആയിട്ട് ആകെ ഒരുമാതിരിയായിരുന്നു. എങ്ങനെയെങ്കിലും ഞാൻ വെച്ചുണ്ടാക്കി കഴിക്കും. ചോറിനൊക്കെ ഒരു കറിയൊക്കെ വയ്ക്കുള്ളൂ, ഒരു തോരൻ വയ്ക്കും, ആണെങ്കിൽ മോര് അച്ചാറൊക്കെ കൂട്ടി ഇങ്ങനെ കഴിക്കലാട്ടോ പണി. ഇപ്പോഴും ഞാൻ ഈ സൺഡേ ഒന്നും അങ്ങനെ വയ്യായിരുന്നു. ഇപ്പോൾ 2-3 ദിവസമായിട്ട് കുഴപ്പമില്ല. ഇപ്പോൾ പറയണത് ഇന്നാണ് കേട്ടോ. അപ്പോൾ ഇന്നൊന്നും എനിക്ക് വലിയ കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ ഉച്ചക്കത്തെ ചോറ്, മീൻ വറുത്തത്, പിന്നെന്താ അച്ചാറുണ്ട് കേട്ടോ. അച്ചാറില്ല കേട്ടോ. അച്ചാറ് മാങ്ങ ഉമേഷ് കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. ഇന്ന് കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി, എനിക്കാണെങ്കിൽ എല്ലാവരും കൂടി ഒപ്പം ഇരുന്ന് കഴിക്കണതാണ് ഇഷ്ടം. പക്ഷേ ഉമേഷ് വന്നത് വേഗം ഉമേഷിന് വിശക്കുമ്പോൾ വേഗം എടുത്ത് കഴിക്കും. എനിക്കിഷ്ടമല്ല. ഞാൻ ഉമേഷിൻ്റെയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ. പക്ഷേ ഉമേഷ് തന്നെ പോയി എടുത്ത് കഴിക്കും. എന്നിട്ട് ഞാൻ ചീത്ത പറയും, നിങ്ങളെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് നിങ്ങൾ തന്നെ പോയി എടുത്ത് കഴിക്കുകയാണെന്ന് ചോദിക്കും. പക്ഷേ ഉമേഷ് വരുമ്പോൾ പരമാവധി ഞങ്ങളെല്ലാവരും കൂടി ഒപ്പം ഇരുന്ന് കഴിക്കാൻ നോക്കും. എനിക്ക് നല്ല ഇഷ്ടം എല്ലാവരും കൂടി ഒപ്പം ഇരുന്ന് കഴിക്കണം കേട്ടോ. ഇങ്ങനെ എല്ലാവരും കൂടി നിലത്തിരുന്ന് കഴിക്കണം. അത് ഡൈനിങ് ടേബിളിലൊന്നും ഇരുന്ന് കഴിക്കാൻ എനിക്കിഷ്ടമല്ല. നിലത്തിരുന്ന് കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ തന്നെ വർത്താനൊക്കെ പറഞ്ഞ് കഴിക്കുമ്പോൾ തന്നെ ഇവിടെ നല്ല രസമല്ലേ. ഇവിടെ ആണെങ്കിൽ മീനിന് തല്ലുകൂട്ടാട്ടോ, വലിയ മീൻ എനിക്കെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഉമേഷ് ഇന്ന് മാങ്ങ ഒത്തിരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഉണ്ട് മാങ്ങ, പച്ചമാങ്ങ. പക്ഷേ ഈ മാങ്ങയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാട്ടോ പച്ചമാങ്ങ വെച്ചിട്ട് ജ്യൂസ് അടിക്കണത്. പച്ചമാങ്ങ അരിഞ്ഞിട്ടിടാം, തോലൊക്കെ കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും കുറച്ച് നാരങ്ങ നീര്, പിന്നെ പച്ചമുളക് ഇടണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പച്ചമുളക് ഇട്ടു. ഐസ് ക്യൂബ് ഉണ്ടായിരുന്നില്ല, ഐസ് ക്യൂബ് ട്രേ ഇല്ല എൻ്റെ അടുത്ത്. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ വെള്ളം വെച്ച് ഫ്രീസറിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കുപ്പിയിൽ. അതിൽ കുറച്ച് കട്ടിയുണ്ടായിരുന്നു, കുപ്പി മുറിച്ചിട്ട് അത് അതിലേക്ക് ഇട്ടു. പക്ഷേ കുഴപ്പമില്ല. പക്ഷേ എരിവ് കുറച്ച് കൂടി പോയോന്നൊരു ഡൗട്ടുണ്ട്. അതുകൊണ്ട് പിള്ളേർക്കൊന്നും ഇഷ്ടമായില്ല. ഉമേഷിന് നല്ല ഇഷ്ടമായി. എരിവ് നമ്മൾ പറയുകയാണെങ്കിൽ പിള്ളേർക്ക് കൊടുക്കുമ്പോൾ എരിവിടേണ്ട ആവശ്യമില്ല എന്നോ, അല്ലാതെ കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഉമേഷാണ് എനിക്കിതൊക്കെ അരിഞ്ഞ് തന്നു കേട്ടോ, മാങ്ങ അച്ചാറിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കല്ലുപ്പൊക്കെ ഇട്ടിട്ട് ഞാനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പുറത്ത് പോകണമെന്ന് പറഞ്ഞിട്ട്, സൺഡേ ആയതുകൊണ്ട് പുറത്ത് പോകണം പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് കേക്ക് മെറ്റീരിയൽസ് മേടിക്കാൻ കുറച്ച് പോകണം. വിപ്പിംഗ് ക്രീം ഇല്ല, കൊക്കോ പൗഡർ ഇല്ല, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളും, പിന്നെ കുറച്ച് ടോപ്പേഴ്സൊക്കെ മേടിക്കണമെന്നുണ്ട്. എന്തായാലും ഞങ്ങളങ്ങനെ സൺഡേ മാർക്കറ്റും പോകണമെന്നുണ്ട്. അങ്ങനെ നമ്മൾ കേക്ക് മെറ്റീരിയൽസൊക്കെ മേടിക്കാൻ ഷോപ്പിൽ പോയി കുറച്ച് 2,000 രൂപയ്ക്ക് 3,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് തോന്നുന്നു എനിക്ക്. അങ്ങനെ നമ്മൾ നേരെ സൺഡേ മാർക്കറ്റിൽ, അതിനുവേണ്ടി സൺഡേ മാർക്കറ്റിൽ പോകണം. അവൾക്ക് ചെരുപ്പ് വേണം പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ സൺഡേ മാർക്കറ്റിൽ കൂടെ പോയി അതിൽ കൂടെ അങ്ങനെ ചുറ്റി തിരിഞ്ഞ് നമ്മൾ വീടെത്തി. അങ്ങനെ എനിക്ക് സാധാരണ വെയിലത്ത് പുറത്ത് പോകുമ്പോൾ തലവേനിക്കാറുണ്ട്. എന്തോ ഭയത്തിന് അത് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വന്നിട്ട് പിക്കിൾ റെഡിയാക്കി. അങ്ങനെ നമ്മുടെ മാങ്ങയൊക്കെ ഒന്ന് അച്ചാറിടുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് ആ ഉപ്പിന് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് എളുപ്പം ഉണ്ടാക്കണത് മാങ്ങ അച്ചാർ. ഞാൻ യൂട്യൂബും എവിടെയൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. ഞാൻ നമ്മുടെ നല്ലെണ്ണ പോലത്തെ ഇവിടെ യെല്ലോ ഓയിൽ നിന്ന് എന്തോ പറഞ്ഞിട്ട് കിട്ടും. അത്, കടുക്, പിന്നെ വെളുത്തുള്ളി ഇടാൻ മറന്നു ഞാൻ സത്യം പറഞ്ഞു.
വെളുത്തുള്ളി ഇട്ട് നന്നായിട്ടുണ്ടാവും കേട്ടോ. പിന്നെ കുറച്ച് കൂടുതൽ എന്താ മുളക് പൊടി, കായപ്പൊടി, പിന്നെ ലാസ്റ്റ് നമ്മൾ ഇതൊക്കെ ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് കുറച്ച് കടുക് പൊടിച്ചത്, കടുക് വറുത്തിട്ട് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തത്, പിന്നെ ഉലുവ പൊടിച്ചതും, പിന്നെ കുറച്ച് സുറക്കയോ എന്താ പറയുക വിനീഗർ അതും ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇത് വേണ്ടേ, എന്താ ചാറ് വേണ്ടേ, അപ്പോൾ എന്ത് ചെയ്തു നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കണം കേട്ടോ. നമ്മുടെ ആവശ്യത്തിന് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി. ഉപ്പ് കുറച്ച് കൂടുതലിട്ട് വെക്കണം, കാരണം പിറ്റേ ദിവസത്തേക്ക് ഉപ്പ് നന്നായിട്ട് ഇറങ്ങിയിട്ട് ആ മാങ്ങയിലൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ പിക്കിളിന് ഉപ്പ് കുറവായിരിക്കും, അപ്പോൾ കുറച്ച് കൂടുതലിട്ട് വെക്കണം കേട്ടോ. നല്ല ചൂട് വെള്ളം ഒഴിക്കേണ്ടത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 2-3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ അച്ചാറിന് ടേസ്റ്റ് ഉണ്ടാവുക എന്നൊക്കെ പറയുക. പക്ഷേ ഇപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നൈകും വാരി എടുത്ത് തന്നെയായിരുന്നു. കുറച്ച് എരിവും ഉണ്ട് കേട്ടോ, കാരണം ഞാൻ കുറച്ച് എരിവുള്ള മുളക് പൊടിയും കുറച്ച് എരിവില്ലാത്ത മുളക് പൊടിയും മിക്സ് ചെയ്തിട്ട് ഇട്ടത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അത് പിന്നെ കായപ്പൊടിയുടെ കുറച്ച് കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പിന്നെയും കായപ്പൊടി ഇട്ടു കേട്ടോ. അല്ല, ഞാൻ ഫസ്റ്റ് ഇടണമായിരുന്നു, അപ്പോൾ ഇട്ടില്ല എന്ന് തോന്നണം എനിക്ക്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അങ്ങനെ നമ്മുടെ ഈ മാംഗോ പിക്കിൾ റെഡി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ നാളെ ആട്ടോ ഞാൻ കുപ്പിയിലാക്കി വയ്ക്കുള്ളൂ, അതുകൊണ്ട് അത് അങ്ങനെ തന്നെ വെച്ചു. പിന്നെ നമ്മൾ പിക്കിൾ എടുക്കുമ്പോഴേ ഈ കൈ ഇട്ടെടുക്കാൻ പാടില്ല, പിന്നെ നമ്മൾ നനഞ്ഞ സ്പൂൺ വെച്ചിട്ട് എടുക്കാൻ പാടില്ല, അപ്പോഴാണ് പൂപ്പിലൊക്കെ പിടിക്കുക. പിന്നെ വാഴയില ഉണ്ടെങ്കിൽ നമ്മൾ ആ കുപ്പിയിലെ മേലെ ഇങ്ങനെ വെച്ച് കുപ്പിയിലിട്ടിട്ട് അച്ചാറിട്ടിട്ട് അതിൻ്റെ മേലെ വാഴയില വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എണ്ണയും കൂടി വേണം തോന്നുന്നു, മേലെ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ പൂപ്പൽ വരില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് പൂപ്പൽ പിടിക്കും കേട്ടോ. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ എനിക്ക് അടുക്കള ക്ലീൻ ചെയ്യാതെ കിടക്കാൻ പറ്റില്ല കേട്ടോ. രാവിലെ എണിച്ച് വരുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നത് ഈ അടുക്കള ഒന്ന് വൃത്തിയായിരിക്കണ കാണുമ്പോഴാണ്. അപ്പോൾ ശരി, ഇന്നത്തെ പരിപാടി കഴിഞ്ഞു.